ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബോസിന്റെ സീസൺ 7 എന്നല്ല, ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ബിഗ് ബോസ് സീസണുകളിലെയും വെച്ച് ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്ന, നമ്മളും പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള അനീഷേട്ടനുമായിട്ട് സംസാരിക്കാനായിട്ട്, അതായത് വീഡിയോ കോൾ വഴി ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ അനീഷ് ഫാൻസ് ഗ്രൂപ്പ് ഒരുക്കി തന്നു. ആദ്യം തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, മോഡറേറ്റ് ചെയ്തവർക്കൊക്കെ നന്ദി. 19 ആളുകൾ പങ്കെടുത്തൊരു ഗൂഗിൾ മീറ്റിംഗ് ആയിരുന്നു. അനീഷേട്ടനും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഓരോരുത്തരായിട്ട് അനീഷേട്ടനോട് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർ, അങ്ങനെ കുശലാന്വേഷണം, അങ്ങനെയൊക്കെ ഒരുപാട് നേരം നീണ്ടു നിന്നൊരു മീറ്റിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ പുള്ളി വളരെയധികം ക്ഷമയോടെ, അതിലേറെ എക്സൈറ്റ്മെന്റോട് കൂടി ഓരോരുത്തര് ചോദിക്കുന്ന കാര്യങ്ങൾ ആൻസർ ചെയ്തു, ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കുശലാന്വേഷണം തന്നെയായിരുന്നു. അപ്പോ ഇതൊക്കെയായിരുന്നു ഈ ഒരു ഗൂഗിൾ മീറ്റിംഗ് കേട്ടോ. ഇതൊരു മീറ്റപ്പ് ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരു ഓൺലൈൻ മീറ്റപ്പ് ആയിരുന്നു എന്ന് മാത്രം, ഫാൻസിന്റെ ഒരു മീറ്റപ്പ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബിഗ് ബോസ് റണ്ണറപ്പിനോട് സംസാരിക്കുന്നത് പോലെ ആയിരുന്നില്ല അനീഷേട്ടനോട് സംസാരിച്ചപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. താരചാട പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു അഹങ്കാരങ്ങളും വഴിയൂടെ പോലും പോയിട്ടില്ലാത്ത ഒരു സാധു മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കണ്ട പോലെ തന്നെ ലൈവിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു അതേ മനുഷ്യൻ അങ്ങനെ തന്നെ വന്ന് നമ്മുടെ മുന്നിൽ ഇരുന്ന് നമ്മളോട് മിണ്ടുകയായിരുന്നു. നമ്മുടെ വീഡിയോസ് തുടക്കം മുതൽ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മളങ്ങനെ മുഖം കാണിച്ചൊന്നും അഭിപ്രായങ്ങൾ പറയാറില്ല. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. സംസാരിക്കുന്ന വിഷയം എന്താണോ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങില് പങ്കെടുത്തപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. അപ്പൊ തക്ക സമയത്ത് വെബ് ക്യാമിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു, സാങ്കേതിക തടസ്സങ്ങളായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അനീഷേട്ടൻ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത പാടെ തന്നെ നമ്മൾ അദ്ദേഹത്തോട് ഹായ് പറഞ്ഞു, സുഖമാണോ എന്ന് ചോദിച്ചു. ആളുകൾ റേസ് ഹാൻഡ് ഓപ്ഷൻ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ സംസാരിച്ചത്. അപ്പോൾ അത് ഓൺ ആക്കി മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ ഓർഡറിലാണ് സംസാരിച്ചത്. അപ്പോൾ സ്ത്രീകളോടും കുട്ടികളോടും അടക്കം എല്ലാവരോടും അനീഷേട്ടൻ ഒരേ രീതിയിൽ സംസാരിച്ച് കുശലങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു മീറ്റിംഗിൽ കേട്ടോ. ചിലരൊക്കെ ഭയങ്കര ഡൈഹാർഡ് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഈ മൂലം വന്നു, നമ്മൾ അൺമ്യൂട്ട് ചെയ്തു, സംസാരിച്ചു. അനീഷേട്ടാ സുഖമാണോ? ആരാണ് സംസാരിക്കുന്നത്? ജൂക്കേട്ടൻ ടോപ്സ് ആണ്. ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്? നാട് എവിടെയാണ്? അപ്പോ അനീഷേട്ടൻ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചു. ചില ഭാഗങ്ങൾ കണ്ടിരുന്നു, എല്ലാം ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇന്ന പോലെ അനീഷേട്ടനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലായിരുന്നു. ഇങ്ങനെ ഡീഗ്രേഡിംഗ് ഒക്കെ നടന്നിട്ടുള്ളപ്പോൾ ഒത്തിരി നമ്മൾ ഡിഫെൻഡ് ചെയ്തൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആണോ? ഓ സന്തോഷം, ഒരുപാട് നന്ദി, സ്നേഹം, ഇങ്ങനെയൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നു, ഒരു രീതിയിൽ നിങ്ങളൊരു സേഫ് ഗെയിം അവിടെ കളിച്ചിട്ടില്ല. നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. ഗെയിം കളിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഗെയിം കളിച്ച് തന്നെ മത്സരാർത്ഥികളോട് എല്ലാവരോടുമായിട്ട് ഒരു ഇഴയടുപ്പം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. അത് എങ്ങനെയാണ് ഇത്ര യുണീക്ക് ആയിട്ട് ഒരു ഗെയിം കളിക്കാനായിട്ട് സാധിച്ചത്? അപ്പൊ എനിക്കിപ്പോഴും അത്ഭുതമാണ് നിങ്ങളുടെ ഗെയിം. ബിഗ് ഫാൻ ആണ് എന്ന് 2-3 തവണ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അനീഷേട്ടൻ ആ ക്യാമറ ഒന്ന് ഓൺ ആക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാമായിരുന്നു. അപ്പൊ അത് അനീഷേട്ടൻ ഈ വെബ് ക്യാം കംപ്ലൈന്റ് ആണ്. ഓ ആണോ, ശരി. എനിക്ക് ഇനിയും സംസാരിക്കാൻ തോന്നുന്ന ഒരാളാണ് നിങ്ങൾ. എനിക്ക് ഇനി ഒരുപാട് സംസാരിക്കാൻ തോന്നുന്നു നിങ്ങളുമായിട്ട്. അപ്പൊ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ ഓൺ അല്ലാത്തതുകൊണ്ട് എന്തോ ഒരു അകൽച്ച പോലെയാണ്, അതുകൊണ്ട് നമുക്ക് നേരിൽ കണ്ട് എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ പറയുന്നത് വ്യക്തമായ ഉത്തരങ്ങൾ തന്നു കേട്ടോ. എന്റെ ചോദ്യങ്ങൾക്ക് 2 ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം തന്നു. ഞാൻ മൂന്നാമത് ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അനീഷേട്ടാ, ഞാൻ കോടന്നൂര് വരാം, നമുക്ക് മഞ്ഞ പെയിന്റ് അടിച്ച വീട്ടിലേക്ക് ഞാൻ വരാം, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ ഞാൻ പറയുന്നു ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ചെറു പുഞ്ചിരിയോടെ അനീഷേട്ടൻ വായോ, ആ ഒരു വായോ അറിയാലോ, വായോ, ആ വായോ നേരിട്ട് കേൾക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ സന്തോഷം. പിന്നെ ഹോബീസ് എന്തൊക്കെയാണ്, നാട്ടിലെവിടെയാണ്, ശരിക്കുമുള്ള പേര്, ഇങ്ങനെയൊക്കെ ചോദിച്ചറിയാനായിട്ട് ശ്രമിച്ചു. എല്ലാവരോടും ചോദിച്ച പോലെ തന്നെ ചോദിച്ചു. ആള് വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു സാധു മനുഷ്യനാണ്. ഓരോരുത്തരോടും പുള്ളി ഇടപഴകുന്ന ഒരു രീതിയിൽ തന്നെ നമുക്കത് മനസ്സിലാവും. എല്ലാവരെയും തുല്യരായി കാണാൻ മനസ്സുള്ള ഒരാളാണ്. ഇത് കഴിഞ്ഞ് വളരെ നേരം കഴിഞ്ഞ് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ അടങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കാനായിട്ട് കൈ പൊക്കി, അതായത് റേസ് ഹാൻഡ് ഓപ്ഷൻ ഞെക്കി. എന്നിട്ട് വീണ്ടും സംസാരിച്ചു.
ഇത്തവണ അനീഷേട്ടനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അനീഷേട്ടന്റെ സ്ക്രിപ്റ്റിംഗിൽ ഒരു സിനിമ വരികയാണ് എങ്കിൽ അത് ഏത് ജോൺറ ആയിരിക്കും, എങ്ങനത്തെ സിനിമയായിരിക്കും അത് എന്ന് ചോദിക്കുന്നു. ഏത് ജോൺറാണ് അനീഷേട്ടന് ഇഷ്ടം, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ത്രില്ലർ, സീരിയസ് മോഡിലുള്ള ഒരു സിനിമ, അങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തരം പ്രതീക്ഷിച്ചപ്പോൾ അനീഷേട്ടൻ പറയുകയാണ് യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന പോലുള്ള ഒരു കളർഫുൾ സിനിമയായിരിക്കും, ആ രീതിയിലുള്ളൊരു ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ കോമഡി ഒക്കെ ഉള്ളൊരു കഥയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതെ, കോമഡി ഒക്കെ ഉള്ള അങ്ങനത്തെ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഉള്ള ഒരു സിനിമയായിരിക്കും. അത് അതിന്റെ വർക്കിങ്ങിലാണെന്ന് തോന്നുന്നു പുള്ളി കേട്ടോ. ഒരു നോവൽ എഴുതുന്ന കാര്യം ഹൗസിനകത്ത് വെച്ചുള്ളപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു ഫാന്റസി രീതിയിലുള്ള ഒരു നോവല്, പിന്നെ സിനിമയൊക്കെ അദ്ദേഹം എഴുതുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഇനിയും ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, ഒരുപാട് നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്, നമ്മളോട് പ്രത്യേകിച്ചായിരുന്നു, നമുക്കും തിരിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല, ഇനി കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ അനുകൂലിച്ചിട്ടുള്ളൂ, സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു കണ്ടസ്റ്റന്റിനെയും പരിധി വിട്ട രീതിയിൽ നമ്മൾ എന്താ പറയാ അനുകൂലിക്കുകയോ മോശം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. മോശം കാര്യങ്ങളെ വെള്ള പൂശിയിട്ടില്ല. അത് തന്നെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിര് കടന്ന് ആക്രമിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഡീഗ്രേഡിങ് പോലത്തെ ഒരു പരിപാടി ഏറ്റെടുത്ത് ചെയ്തിട്ടില്ല. അനീഷ് അദ്ദേഹത്തിന്റെ ഗെയിമിൽ വെച്ച് പുലർത്തിയ ആ ഒരു ക്വാളിറ്റി, ഡീസൻസി, ഇതൊക്കെ റിവ്യൂയിങ്ങിൽ വെച്ച് പുലർത്താൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ക്വാളിറ്റി വെച്ച് പുലർത്താനായിട്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം പ്രേക്ഷകർ ഈ സീസണിൽ കുറെ കൂടി നമ്മളെയും ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു, ശ്രദ്ധിക്കപ്പെട്ടത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ സീസൺ 3 മുതൽ നമ്മൾ ഈ സ്പേസിലുള്ളതാണ്. അപ്പൊ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഒരു വർഷമാണ്. അതിന് പ്രധാന കാരണം അനീഷിന്റെ ആ ഒരു ഗെയിമും അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. നമ്മൾ എന്താണ് അനീഷേട്ടനോട് സംസാരിച്ചത് എന്നറിയാൻ ഒരുപാട് പേര് ജിജ്ഞാസ കാണിച്ചിരുന്നു. അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ഇനി ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഈ പിച്ചി ഞുള്ളി വിവാദങ്ങൾ ഒഴികെ എന്തിനെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൈഡിൽ കൂടെ അതും ഡിസ്കസ് ചെയ്ത് പോവാം. സൈക്കോളജി, സിനിമ, ലോകരാഷ്ട്രീയം, അങ്ങനെ എന്ത് വിഷയം പറഞ്ഞാലും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം.